ഒന്നുമല്ല എൻ്റെ വിഷയം. നിക്കാ സുന്നോദോസിന്റെ ആ വലിയ പ്രാധാന്യം ഒന്നാമത്തെ പൊതു സുന്നോദോസാണ്. ഈ പൊതു സുന്നോദോസില് 3 സിംഹാസനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ത്യോക്യ സിംഹാസനത്തിൽ ഒസ്താത്യോസ് ബാവയാണ് പാത്രിയാർക്കീസ് ആയിരുന്നത്. നിക്കാ സുന്നോദോസിന്റെ കൂടുതൽ സമയവും ചെയറിലിരുന്നത് ആ ഒസ്താത്യോസ് ബാവയാണ്. അതുപോലെ തന്നെ അലക്സാൻഡ്രിയ, അതുപോലെ റോമിൽ നിന്ന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് നിക്കാ സുന്നോദോസിൽ പങ്കെടുത്തത്. പാശ്ചാത്യ പ്രദേശത്ത് നിന്ന്, പാശ്ചാത്യരുടെ ഇടയിൽ നിന്ന് തന്നെ ലെസ് ദാൻ 10 ബിഷപ്സ്, 10ൽ താഴെ ബിഷപ്പുമാരെ 318 പേരിലുണ്ടായിരുന്നുള്ളൂ. 308 പേരും പൗരസ്ത്യ പിതാക്കന്മാരായിരുന്നു. ഇതായിരുന്നു നിക്കാ സുന്നോദോസ്. ആ നിക്കാ സുന്നോദോസ് നടക്കുമ്പോ 3 സിംഹാസനങ്ങളേ ഉള്ളൂ. അപ്പൊ അതാണ് സിംഹാസനങ്ങൾ, അതാണ് പൂർവിക സിംഹാസനങ്ങൾ എന്ന് പറയുന്നത്. അത് അന്ത്യോക്യ, അലക്സാൻഡ്രിയ, റോമൻ സാമ്രാജ്യം വലിയ സാമ്രാജ്യമായതുകൊണ്ട് ഭരണ സൗകര്യത്തിനായി റോമൻ സാമ്രാജ്യത്തെ 2ആയിട്ട് നിലനിർത്തിയിരുന്നു. അതായത് 2 തലസ്ഥാനം, ഒന്ന് റോമും മറ്റൊന്ന് കോൺസ്റ്റാന്റിനോപ്പിളും. ഇന്നത് ഈസ്റ്റാംബൂൾ എന്നറിയപ്പെടുന്ന തുർക്കിയിലെ വലിയ സിറ്റിയാണ്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിളും, നമുക്ക് ഇരട്ട തലസ്ഥാനങ്ങളുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. കൽക്കട്ടയും ഡൽഹിയും ഇന്ത്യയുടെ തലസ്ഥാനങ്ങളായി ഒരു കാലഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. അപ്പൊ അതുപോലെ ട്വിൻ ക്യാപിറ്റൽ ആയിരുന്നു. അതുകൊണ്ട് റോമിലെ ബിഷപ്പിന് പാത്രിയർക്ക സ്ഥാനം ഉള്ളതുകൊണ്ട് ഈക്വൽ പൊളിറ്റിക്കൽ പൊസിഷനാണ് കോൺസ്റ്റാന്റിനോപ്പിളിനും. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പിനും കൂടെ തുല്യമായ പദവി കൊടുക്കണം. അങ്ങനെ റോമൻ പോപ്പിന്റെ അധികാരത്തെ ഷെയർ ചെയ്യുന്നതാണ്. അഥവാ റോമൻ പോപ്പിന്റെ ഒരു റിപ്ലിക്കയായിട്ട്, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടെ ഞങ്ങളൊരു സിംഹാസനം വെക്കുകയാണെന്ന് പറഞ്ഞാൽ അത് സഭ അങ്ങ് അംഗീകരിച്ചു. ഇങ്ങനെയാണ് ഈ 4ാം സിംഹാസനം വരുന്നത്. സത്യത്തിൽ 3 സിംഹാസനമേ ഉള്ളൂ. അത് ട്രിനിറ്റിയുടെ മോഡല്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ അന്ത്യോക്യ, അലക്സാൻഡ്രിയ, റോം എന്നിങ്ങനെ 3 സിംഹാസനങ്ങളാണ് രൂപപ്പെട്ടത്. അന്ത്യോക്യ സിംഹാസനം പിതാവിന്റെ സ്ഥാനത്ത് ആണ്. അത് നമ്മൾ രൂപക വ്യാഖ്യാനം നടത്തുമ്പോൾ ഒരു ഇമേജറി ആയിട്ട് നമ്മൾ അതിനെ പരിഗണിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് നമ്മൾ പരിഗണിച്ചാൽ, അതൊരു പ്രതീകമായിട്ടൊക്കെ എടുത്താൽ, പിതാവിന്റെ ഒരു പ്രതീകമായിട്ട് ഫസ്റ്റ് സിംഹാസനം, 1ാമത്തെ സിംഹാസനം അന്ത്യോക്യയിലാണ്. സഭകളുടെ മാതാവെന്ന് അന്ത്യോക്യ സഭ അറിയപ്പെടുന്നത് കൊണ്ടാണ് പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും ലൂക്കോസ് ഏവങ്കേലിസ്തനൊക്കെ ആ സഭയിലെ അംഗങ്ങളായിരുന്നു. അപ്പം അത്ര പ്രഗത്ഭമായ സഭയാണ്. ക്രിസ്ത്യാനികൾ എന്ന് വിശ്വാസികൾക്ക് പേര് കിട്ടിയത് ആ സഭയിലെ വിശ്വാസികൾക്കാണ്. അപ്പം നാമഹേതുവായ സഭ, അതുകൊണ്ടാണ് ദ മദർ ഓഫ് ഓൾ ചർച്ചസ്. അലക്സാണ്ട്രിയൻ സഭ പുത്രന്റെ സ്ഥാനത്താണ്. കാരണം അതുകൊണ്ടാണ് നിജപുത്രനായ തിമോത്തിയോസ്, വാത്സല്യപുത്രനായ തീത്തോസ് എന്നൊക്കെ പൗലോസ് ശ്ലീഹ തന്റെ ശിഷ്യന്മാരെ വിശേഷിപ്പിക്കുന്നത് പോലെ പത്രോസിന്റെ നിജപുത്രനായിരുന്നു മർക്കോസ്. മർക്കോസിന്റെ പേരിലാണ് കോപ്റ്റിക് സഭ അഥവാ അലക്സാണ്ട്രിയൻ സഭ അവരുടെ സിംഹാസനത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ത്രോൺ ഓഫ് സെയിന്റ് പീറ്റർ ആണ്. അത് പുത്രനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പത്രോസ് ശ്ലീഹയുടെ പുത്രന്റെ പേരാണ് മർക്കോസിന്റെ സിംഹാസനം എന്ന് പറയുന്നെങ്കിലും അത് പത്രോസിന്റെ സിംഹാസനമാണ്. മർക്കോസിന് സിംഹാസനമില്ല. കാരണം ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസ് ശ്ലീഹായോടാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ പത്രോസ് ശ്ലീഹായുടെ സിംഹാസനമാണ്. 3ാമത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിഴലായിട്ടാണ് റോമിലെ സിംഹാസനം. അതുകൊണ്ട് തന്നെയാണ് റോമിലെ സഭ ലോകം മുഴുവൻ അങ്ങ് പടർന്നത്. ഇപ്പൊ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന്
ഗോഡ് ഹെഡ് പോലെ ചർച്ച് ഹെഡ് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ചർച്ചിന്റെ ശിരസ് അങ്ങനെ ക്രമീകരിച്ച് പിന്നീടാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനം വരുന്നത്. ഞാൻ പറഞ്ഞത് 3 എണ്ണമാണ്. അതുകൊണ്ട് ഈ പുരാതന സിംഹാസനങ്ങൾ 4 3 എടുത്താലും അതിലേതെങ്കിലും ഒരു സിംഹാസനത്തോട് ബന്ധം ഇല്ലാത്ത ആ സഭ യഥാർത്ഥ സഭയല്ല. കാരണം അത് കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടുന്ന് പോന്നു എന്ന് പറഞ്ഞാൽ അത് പല്ലി വാല് മുറിക്കുന്ന പോലെ ഉള്ളൂ. പല്ലിയുടെ വാല് മുറിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറെ നേരം കിടന്ന് അനങ്ങും. ജീവനുള്ള ഒരു വാലാണെന്നൊക്കെ പലരും പറയും. എന്തൊരു പല്ലിയേക്കാളും സ്പീഡിൽ വാല് ചലിക്കും. അപ്പൊ ചിലർ പറയും പല്ലിയേക്കാളും ഉണർവുണ്ടെന്ന്. അതാണ് ഈ പെന്തക്കോസ്ത് ഒക്കെ ഈ സഭ വിട്ടുപോയി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ചാട്ടവും ഉണർവും. അപ്പൊ ആളുകൾ പറയും, നമ്മുടെ സഭയിലാണ് ഒരു ഉണർവും ഇല്ല, പക്ഷെ അവിടെ ആ കൂട്ടായ്മയ്ക്ക് പോകണം, എന്തോ ഒരു ഉണർവാന്നറിയോ. ശരിയാ, മുറിഞ്ഞ വാല് കണ്ടമാനം പിടയ്ക്കും. അപ്പൊ അതുപോലെയാണ് ഈ കൂട്ടായ്മകള്, പ്രത്യേകിച്ച് സെയിന്റ് പോൾസ്, അതുപോലെ ഈ ശക്തി കൂട്ടായ്മകള്, പിന്നെ റിവൈവൽ ഫെലോഷിപ്പുകള്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം മുറിഞ്ഞു ചാടുന്നതാണ്. ഇപ്പൊ മുറിഞ്ഞ വാലുകളാണ്.